ഗസയിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ മോദി സർക്കാർ മൗനം പാലിക്കുന്നുവെന്ന സോണിയാഗാന്ധിയുടെ വിമർശനം. ഇന്ത്യ ഇസ്രായേലിനോട് അമിതമായി അടുക്കുന്നു. ദേശീയ താൽപര്യവും ധാർമ്മിക നിലപാടും മോദി സർക്കാർ ബലികഴിച്ചെന്നും വിമർശനമുണ്ട്. വിഷ്ണുപ്രസാദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിഷ്ണു, പ്രധാനമായും ഈ ഇന്ന് എഴുതിയ ഒരു എഡിറ്റോറിയലാണ് സോണിയാഗാന്ധി ഗാസയിൽ നടക്കുന്ന സംഭവങ്ങളെ അതിനിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു ഗാസയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ തുടരുന്ന മൗനം ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് സോണിയാഗാന്ധി ആ ഒരു എഡിറ്റോറിയൽ പങ്കുവച്ച ലേഖനത്തിലൂടെ ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത്. സർക്കാർ തങ്ങളുടെ വിദേശ നയത്തിൽ നിന്ന് മാറ്റം വരുത്തി അല്ലെങ്കിൽ വിദേശ നയത്തിൽ നിന്ന് മാറി ഗസയിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ 27% കുട്ടികളാണ്. അവരുടെ ആശുപത്രികൾക്ക് നേരെ ആക്രമണമുണ്ടായി. പക്ഷേ ലോകം മുഴുവനും ഗാസയ്ക്കൊപ്പം നിൽക്കുമ്പോൾ ഇന്ത്യ മാത്രം ഇസ്രായേലിന്റെ വലയത്തിൽ അമരുന്നു എന്ന ഒരു വിമർശനമാണ് ഇപ്പോൾ എന്തായാലും സോണിയാഗാന്ധി പങ്കുവച്ചിട്ടുള്ളത്. ഇത് ധാർമ്മികമായും ശരിയല്ല. ഇന്ത്യയുടെ വിദേശ നയം വർഷങ്ങളായി ലോകം തന്നെ അംഗീകരിച്ച അല്ലെങ്കിൽ അഭിനന്ദിച്ച ഇന്ത്യയുടെ വിദേശ നയത്തിനേറ്റ കളങ്കമാണ് എന്നും സോണിയാഗാന്ധി ഈ ലേഖനത്തിലൂടെ കുറ്റപ്പെടുത്തുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ സമീപനത്തിൽ മാറ്റം വരേണ്ടതിന്റെ അനിവാര്യത സോണിയാഗാന്ധി ലേഖനത്തിലൂടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുകൂടാതെ നേരത്തെ BS മുരളീധരൻ അധ്യക്ഷനായ കമ്മീഷൻ ഗാസയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് സമർപ്പിച്ച റിപ്പോർട്ടിലെ കാര്യങ്ങളും സോണിയാഗാന്ധി ഈ റിപ്പോർട്ടിലൂടെ ഉദ്ധരിക്കുന്നുണ്ട്. എന്തായാലും ഹമാസ് ആക്രമണത്തെയും സോണിയാഗാന്ധി ഈ റിപ്പോർട്ടിൽ അപലപിക്കുകയാണ്. പക്ഷേ ഇതിന് പകരമായി ഇസ്രായേൽ നടത്തിയ കൂട്ടക്കുരുതിയാണ് സോണിയാഗാന്ധി കണക്കുകൾ നിരത്തിക്കൊണ്ട് ഈ റിപ്പോർട്ടിൽ വിമർശിക്കുന്നത്. ഇത്തരത്തിൽ ഇന്ത്യ മൗനം പാലിക്കുന്നു എന്നുള്ളത് വലിയ ഒരു വിമർശനമായി തന്നെ, രാഷ്ട്രീയ വിമർശനമായും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ സ്വീകാര്യത നഷ്ടപ്പെടാനുള്ള ഒരു കാരണമായി കൂടി സോണിയാഗാന്ധി വിമർശിക്കുകയാണ്.